കുംഭമേളയിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൻ വാർത്തയായ പെൺകുട്ടിയുടെ വിവാഹം നിയമയുദ്ധത്തിലേക്കും വിവാദങ്ങളിലേക്കും വഴിമാറുകയാണ്. കേരളത്തിൽ നടന്ന വിവാഹത്തിന് പിന്നാലെ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. 18 വയസ്സ് തികഞ്ഞെന്ന് കാട്ടി ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്നും വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ലെന്നുമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തൽ. പെൺകുട്ടി ഹാജരാക്കിയ രേഖകൾ വ്യാജമല്ലെന്ന നിലപാടിൽ കേരള പോലീസും ഉറച്ചു നിൽക്കുന്നതോടെ നടപടികളിലും ഇടപെടലുകളിലും ദുരൂഹതകളേറുകയാണ്. കുംഭമേളയിലെ ആ വശ്യമായ ചിരിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ മനം കവർന്ന പെൺകുട്ടി ഇന്ന് സങ്കീർണമായ നിയമക്കുരുക്കിലാണ്. മുസ്ലിം യുവാവുമായുള്ള പ്രണയവിവാഹത്തിന് പിന്നാലെ മധ്യപ്രദേശ് സർക്കാർ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. 2008 ജനുവരി 1 റദ്ദാക്കപ്പെട്ട സർട്ടിഫിക്കറ്റിൽ ജനന തീയതി രേഖപ്പെടുത്തിയിരുന്നത്. ഈ രേഖ പ്രകാരം വിവാഹിതയാകുമ്പോൾ പെൺകുട്ടിക്ക് പ്രായം 18. എന്നാൽ വിവാഹത്തിന് ശേഷം ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. പെൺകുട്ടി ജനിച്ച മഹേശ്വറിലെ ആശുപത്രി രേഖകൾ പ്രകാരം ജനനത്തീയതി 2009 ഡിസംബർ 30. അതായത് കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരം അരുമാനൂർ ശ്രീനൈനാർ ക്ഷേത്രത്തിൽ വിവാഹം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് പ്രായം വെറും 16 വയസ്സും 2 മാസവും മാത്രം. ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാണ് മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതിനും ഫർമാനെതിരെ കേസുണ്ട്. പക്ഷേ ഇവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് തമ്പാനൂർ പോലീസിന് മുന്നിലും പിന്നീട് പ്രസ് ക്ലബിലും തനിക്ക് പ്രായപൂർത്തിയായെന്ന് പെൺകുട്ടി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. അന്നൊപ്പമുണ്ടായിരുന്ന പിതാവ് പോലും മകളുടെ രേഖകൾ വ്യാജമാണെന്ന് ആരോപിച്ചിരുന്നില്ല. മകളെ ഫർമാനിൽ നിന്ന് വേർപെടുത്തുക എന്നതായിരുന്നു അന്നത്തെ പിതാവിന്റെ ആവശ്യം. അന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത് മുസ്ലിമായ ഭർത്താവുമായി തനിക്ക് ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം കേരളമാണെന്നാണ്. നാട്ടിലേക്ക് മടങ്ങിയാൽ തന്നെയും കുടുംബത്തെയും കൊലപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്നതായും പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു. അന്ന് പരാതികളില്ലാതെ കേരളത്തിൽ നിന്ന് മടങ്ങിയ അച്ഛൻ പിന്നീട് കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വരാൻ ഇടയാക്കിയതിന് പിന്നിൽ ഗൂഢമായ ഇടപെടലുകൾ ഉണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നു. കേരള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കേസിന് മറ്റൊരു മാനം നൽകുന്നു. പെൺകുട്ടി ഹാജരാക്കിയ ആധാർ കാർഡ് വ്യാജമല്ലെന്നാണ് കേരള പോലീസിന്റെ കണ്ടെത്തൽ. UIDAI വെബ്സൈറ്റിൽ പരിശോധിച്ച് ഇത് ഉറപ്പുവരുത്തുകയും ചെയ്തു. എന്നാൽ ഈ ആധാർ എടുക്കാൻ ആധാരമായി ഉപയോഗിച്ച ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയതോടെ കേരള പോലീസും പ്രതിരോധത്തിലായിരിക്കുകയാണ്. പോക്സോ കേസിൽ ഭർത്താവ് ഫർമാൻ ഖാന്റെ അറസ്റ്റ് ഹൈക്കോടതി മെയ് 20 വരെ തടഞ്ഞിട്ടുണ്ട്. എങ്കിലും സർട്ടിഫിക്കറ്റുകളിലെ വൈരുദ്ധ്യങ്ങൾക്ക് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടോ എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. കേരള മധ്യപ്രദേശ് DGPമാർ ഈ മാസം 22 കമ്മീഷന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെറുമൊരു പ്രണയത്തിനപ്പുറം വലിയൊരു നിയമക്കുരുക്കോ രാഷ്ട്രീയ നീക്കങ്ങളോ ഈ വിവാഹത്തിന് പിന്നിലുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.